ഫിഫ വേൾഡ് കപ്പ് 2026 ക്വാർട്ടർ ഫൈനൽസിന്റെ മത്സരമാണ് കഴിഞ്ഞ ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത്. 2-1 ആയിരുന്നു അവരുടെ സ്കോർ. സ്പെയിനും ബെൽജിയം ആയിരുന്നു മത്സരിച്ചത്. 2 ഗോളുകൾക്ക് സ്പെയിൻ വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടത്. അപ്പോൾ നമുക്ക് മാച്ചിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ഗോൾ അടിക്കുന്നത് സ്പെയിനിന് വേണ്ടി റൂയിസ് ആണ് ഫസ്റ്റ് മാച്ച് അടിക്കുന്നത്, അതും 30ാമത്തെ മിനിറ്റിൽ. സെക്കൻഡ് അടിക്കുന്നത് നമുക്ക് ബെൽജിയത്തിന് വേണ്ടി ഡി കാറ്റ്ലെ ആണ് അടിക്കുന്നത് 41ാമത്തെ മിനിറ്റിൽ. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ 1-1 എന്ന് പറയുന്ന ഒരു സമനില അവർ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ഗോൾ വരുന്നത് 88ാമത്തെ മിനിറ്റിൽ സ്പെയിനിന് വേണ്ടി മെറീനോ ആണ് ഗോൾ അടിക്കുന്നത്. അപ്പോൾ ശക്തമായ ഒരു പോരാട്ടം കണ്ട ഒരു മത്സരം കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. മിഡ്ഫീൽഡർ ഹാബിയൻ റൂയിസിലൂടെയാണ് സ്പെയിൻ അവരുടെ ആദ്യത്തെ ലീഡ് നേടുന്നത്. അതായത് റൂയിസ് ആണ് ആദ്യം ഗോൾ അടിക്കുന്നത്. പെഡ്രിക്ക് പകരം ആദ്യ 11ൽ ഇടം പിടിച്ച ഒരാളും കൂടിയായിരുന്നു റൂയിസ്. റൂയിസിന് തനിക്ക് ലഭിച്ച അവസരം വളരെ മികച്ച രീതിയിൽ ഷോട്ടാക്കുന്നതായിരുന്നു നമ്മളെല്ലാവരും കണ്ടത്. പിന്നെ അടുത്ത് വരുന്നത് ഡാനി ഓൾമോയുടെ ഷോട്ട് ബെൽജിയം ഗോൾ കീപ്പർ തിബോ കോട്ടുവ തടുക്കുന്ന ഒരു കാഴ്ച നമ്മളെല്ലാവരും കണ്ടു. ഡാനി നമുക്ക് എടുത്തു പറയേണ്ട ഒരു താരം കൂടിയാണ് സ്പെയിനിന്റെ. ഡാനിയുടെ ഒരു ഷോട്ട് ബെൽജിയത്തിന്റെ ഗോൾ കീപ്പറായ തിബോ കോട്ടുവോ അതുപോലെ തന്നെ തടുക്കാണെന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പിന്നെ അത് റൂയിസിലേക്ക് തെറിച്ചു വീഴുക, ഒരു പന്ത് റൂയിസിലേക്ക് തെറിച്ചു വീഴുകയും അത് മനോഹരമായ ഒരു ഷോട്ടാക്കി മാറ്റാൻ റൂയിസിന് കഴിഞ്ഞു എന്നതാണ് ഈ കളിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബെൽജിയത്തിന്റെ പ്രതിരോധ താരത്തിന്റെ ദേഹത്ത് തട്ടി പന്ത് ഗോളാകുന്ന ഒരു കാഴ്ച വരെ നമ്മൾ ഈ ഒരു മാച്ചിൽ കണ്ടു. എന്തായാലും എടുത്തു പറയേണ്ട ഒരു മത്സരം തന്നെയായിരുന്നു. പിന്നെ 40ാമത്തെ മിനിറ്റിൽ അവർ സമനില ഗോൾ പിടിക്കുകയായിരുന്നു. അതായത് നമ്മുടെ കാസ്റ്റഗനെ നൽകിയ ഒരു മനോഹരമായ ഒരു ക്രോസിന് തലവെച്ച് കൊടുത്തുകൊണ്ട് ചാൾസ് ഡി കെറ്റ്ലെയർ ആണ് ആ ഒരു ഗോള് നൽകുന്നത്. അതും നമ്മുടെ സ്വന്തം ബെൽജിയത്തിന് വേണ്ടി. ഒരു മത്സരം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ശക്തമായ ഒരു പോരാട്ടം പ്രതീക്ഷിച്ച ഒരു മത്സരമായിരുന്നു സ്പെയിനും ബെൽജിയവും വരുമ്പം. അപ്പോൾ ഒരു ഗോളിന് എതിരില്ലാത്ത ഒരു ഗോളിന് വ്യത്യാസത്തിലാണ് സ്പെയിൻ ജയിക്കുന്ന ഒരു കാഴ്ച നമ്മളെല്ലാവരും കണ്ടത്. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് വരെ നീങ്ങുമെന്ന് നമ്മൾ കരുതിയിരുന്നു. പക്ഷേ അവസാനത്തെ 88ാമത്തെ മിനിറ്റിലാണ് സ്പെയിൻ തൻ്റെ അവസാന ഗോളും കൂടി അടിച്ച് ആ ഒരു കളി പൂർത്തിയാക്കുന്ന ഒരു കാഴ്ച നമ്മളെല്ലാവരും കണ്ടത്. പകരക്കാരനായി ഇറങ്ങിയ നമ്മുടെ സ്വന്തം മൈക്കൽ മെറീനോ ആണ് സ്പെയിനിന്റെ വേണ്ടി ആ ഒരു അതുല്യമായ ഒരു ഗോള് സ്വന്തമാക്കി കൊടുക്കുന്നത്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ലോകകപ്പിൽ തുടർച്ചയായി 10 മണിക്കൂറിലധികം ഗോളുകൾ വഴങ്ങാത്ത സ്പെയിൻ കാത്തു സൂക്ഷിച്ച ആ ഒരു റെക്കോർഡിനാണ് വിരാമമിട്ടത്. അതായത് 40ാമത്തെ മിനിറ്റിൽ പിന്നെ നമ്മുടെ ബെൽജിയം ഗോൾ അടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇതോടുകൂടി 10 മണിക്കൂറിലധികം ഗോളുകൾ വഴങ്ങാത്ത സ്പെയിൻ എന്ന ആ ഒരു ലോക റെക്കോർഡ് ഉണ്ടല്ലോ സ്പെയിനിന്റെ, ആ റെക്കോർഡ് തകർന്ന ഒരു കാഴ്ച കൂടിയായിരുന്നു കണ്ടത്. പിന്നെ എടുത്തു പറയേണ്ടതാണ് പകരക്കാരനെത്തിയ നമ്മുടെ മെറീനോയുടെ മാച്ച്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മാച്ച്. ക്വാർട്ടർ ഫൈനൽസിലേക്ക് ഭയങ്കര ശക്തമായ മത്സരങ്ങളാണ് ഓരോ ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് താരോദയങ്ങളും അതുപോലെ തന്നെ പെനാൽറ്റി മിസ്സാക്കുന്ന കുറേ കളികളിൽ നമ്മൾ പെനാൽറ്റി മിസ്സാക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതുപോലെ ഹാൻഡ് ബോളിൻ്റെ കാഴ്ച കണ്ടു. റെഡ് കാർഡുകളുടെ എണ്ണം കൂടുന്നു. അപ്പോൾ ഒരുപാട് നെഗറ്റീവ്സും അതുപോലെ തന്നെ ഒരുപാട് വിവാദങ്ങളൊക്കെ നിറഞ്ഞ ഒരു ഫിഫ വേൾഡ് കപ്പാണ് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നത്. ക്വാർട്ടർ ഫൈനൽസിന്റെ മത്സരങ്ങൾ ശക്തമായി മുന്നേറുകയാണ്. അടുത്ത ദിവസത്തെ മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത മാച്ച് വരുന്നത് ജൂലൈ 12-നാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം 2:30 AM-നാണ്. നോർവേ വേഴ്സസ് ഇംഗ്ലണ്ട് ആണ് അടുത്ത മത്സരം വരുന്നത്. മറ്റൊരു ശക്തമായ മത്സരം തന്നെ എടുത്തു പറയേണ്ട ഒരു മത്സരം കൂടിയാണ്. നമ്മുടെ ഹാലൻഡ് നോർവേക്ക് വേണ്ടിയും ഹാരി കെയ്ൻ ഇംഗ്ലണ്ടിന് വേണ്ടി മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ നോർവേ വേഴ്സസ് ഇംഗ്ലണ്ടിന്റെ മാച്ച് കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. പിന്നെ അടുത്ത മാച്ച് വരുന്നത് അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലൻഡ് ആണ്. അത് ജൂലൈ 12-ന് രാവിലെ 6:30 AM-നാണ്. ജൂലൈ 12-ന് അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലൻഡ് രാവിലെ 6:30 AM-നാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം വരുന്നത്. അപ്പോൾ ശക്തമായ പോരാട്ടങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം അടുത്ത അപ്ഡേറ്റുമായി വീണ്ടും കാണാം.